പ്രിയപ്പെട്ട കുട്ടികളെ, പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന കാര്യം റോസ്റ്റർ ഫോമിലേക്ക് ആക്കുവാനുള്ള കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സെറ്റ് ബിൽഡർ ഫോമിലേക്ക് ആക്കുവാനുള്ള കാര്യം പറഞ്ഞു. ഇന്റർസെക്ഷൻ, യൂണിയൻ, ഡിഫറൻസ് എന്നീ കാര്യങ്ങൾ, എന്നീ ഓപ്പറേഷൻസുകൾ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസുകളും അതുപോലെ എങ്ങനെയാണ് അത് കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങളും നമ്മൾ പറയുക കഴിഞ്ഞു. നമ്മൾ ഓപ്പറേഷൻസ് പറഞ്ഞപ്പോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെ കോംപ്ലിമെന്റ് കാണാം, കോംപ്ലിമെന്റ് ആശയം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു പോകുന്നത്. കൂടാതെ വെൻ ഡയഗ്രം എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങളിപ്പോൾ ബോർഡിലേക്ക് നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണാം. ഒരു വെരിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ് അത് വരുന്നത്. ആ ക്വസ്റ്റ്യനിൽ ഒരു റിസൾട്ടാണ് ശരിക്കും വെരിഫൈ ചെയ്യാൻ പറയുന്നത്. റിസൾട്ട് എന്നല്ല, ഒരു ലോ ആണ് വെരിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയി നോക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് u ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 7 8 9. u എന്ന് പറയുന്ന സെറ്റിൽ 1 മുതൽ 9 വരെയുള്ള നമ്പറുകളുണ്ട്. a ഈക്വൽ ടു സെറ്റ് 2 4 6 8. b ഈക്വൽ ടു സെറ്റ് 2 3 5 7. ഇങ്ങനെയാണെങ്കിൽ verify that a union b complement equal to a complement intersection b complement. ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യാനുള്ളത്. ഇത്തരം ക്വസ്റ്റ്യൻസുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. നമ്മൾ ഈ വെരിഫിക്കേഷനിൽ ആദ്യം ചെയ്യേണ്ടത് എ യൂണിയൻ ബി കണ്ടുപിടിക്കുക. നമുക്കറിയാം എങ്ങനെയാണ് എ യൂണിയൻ ബി എന്ന് പറയുന്ന കാര്യം കണ്ടെത്തുക എന്നുള്ള കാര്യം നമുക്കറിയാം. എ യൂണിയൻ ബി കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? എയിലെയും ബിയിലെയും എലമെന്റുകൾ ലിസ്റ്റ് ചെയ്യുക. ആവർത്തിച്ചു വരുന്നത് ഒരു തവണ മാത്രം എഴുതുക. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഒരു ഓർഡറിൽ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എ യൂണിയൻ ബി എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റ് എങ്ങനെ വരിക? 2 3 4 5 6 7 8. അടുത്ത സ്റ്റെപ്പ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ്. എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് കണ്ടെത്തണമെങ്കിൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ യൂണിയൻ ബി മൈനസ് ചെയ്യാം. അതായത് എ യൂണിയൻ ബിയിലുള്ള എലമെന്റ്സുകൾ 2 മുതൽ 8 വരെയാണ്. ഒരു ഓർഡറിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് 2 മുതൽ 8 വരെ എന്ന് ഞാൻ പറയുന്നത്. എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ഓർഡറിൽ വരണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഓർഡറിലായതുകൊണ്ട് ഞാൻ എന്ത് പറയുന്നു? 2 മുതൽ 8 വരെയാണ് നമുക്ക് എ യൂണിയൻ ബിയിലുള്ളത്. അത് എവിടെ നിന്ന് മൈനസ് ചെയ്യണം? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. യൂണിവേഴ്സൽ സെറ്റിൽ 1 മുതൽ 9 വരെയാണ് ഉള്ളത്. അതിൽ നിന്ന് 2 മുതൽ 8 വരെയുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് 2 മുതൽ 8 വരെയുള്ള കാര്യം നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി നിൽക്കുന്നത് ഏതൊക്കെയാണ്? 1 ഉണ്ടാവും, 9 ഉണ്ടാവും. 1 9. ഇതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഒരു ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് പറയാം. എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ മൊത്തം ചെയ്യൽ കഴിഞ്ഞു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്യൽ കഴിഞ്ഞത് കൊണ്ടാണ് ഞാൻ അതിനെ ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ചെയ്യേണ്ടത് എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ മൈനസ് ചെയ്യുക. യൂണിവേഴ്സൽ സെറ്റിൽ 1 മുതൽ 9 വരെയാണ് വരുന്നത്. ഇതില്
എന്താണ് നമ്മൾ മൈനസ് ചെയ്യേണ്ടത്? എ എന്ന് പറയുന്ന സെറ്റ് മൈനസ് ചെയ്യണം. എയിൽ ആരൊക്കെ ഉള്ളത്? 2, 4, 6, 8. ഇത്രയും എലമെന്റ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും മൈനസ് ചെയ്യണം. അപ്പൊ നമ്മൾ യൂണിവേഴ്സൽ സെറ്റിൽ മൈനസ് ചെയ്യുമ്പോൾ 1 എന്ന് പറയുന്ന എലമെന്റ് അതുപോലെ അവിടെ നിലനിൽക്കും. 2 എന്ന് പറയുന്നത് മൈനസ് ചെയ്യും. 3 ഉണ്ടായിരിക്കും. 4 മൈനസ് ചെയ്യും. 5 നിലനിൽക്കും. 6 മൈനസ് ചെയ്യും. 7 നിലനിൽക്കും. 8 എന്ന് പറയുന്നത് മൈനസ് ചെയ്യും. 9 എന്ന് പറയുന്ന എലമെന്റ് നിലനിൽക്കും. അപ്പൊ ഏതൊക്കെ എലമെന്റുകളാണ് വരിക? 1, 3, 5, 7, 9. അടുത്തത് ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ആശയം. എങ്ങനെ ചെയ്യാം? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? ബി മൈനസ് ചെയ്യണം. അപ്പോൾ ബിയിലെ എലമെന്റുകൾ നോക്കുക. ഏതൊക്കെ എലമെന്റ്? 2, 3, 5, 7. ഓക്കെ, നമുക്കൊന്ന് മൈനസ് ചെയ്ത് നോക്കാം. 1 എന്ന് പറയുന്നത് മൈനസ് എഴുതിയ അവിടെ നിലനിൽക്കും. 2ഉം 3യും ബിയിലുള്ളത് കൊണ്ട് നമ്മൾ ഇനി എഴുതാൻ പാടില്ല. 4 എന്ന് പറയുന്ന നമ്പർ എഴുതാം. 5, 7ഉം അവിടെയുണ്ട്. അപ്പൊ ഈ 5ഉം ഈ 7ഉം എഴുതാൻ പാടില്ല. 6 എഴുതാം, 8 എഴുതാം, 9 എഴുതാം. 6 എഴുതാം, 8 എഴുതാം, 9 എഴുതാം. അപ്പൊ നമുക്ക് കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ആശയം കിട്ടി. ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ആശയം കിട്ടി. നെക്സ്റ്റ് ചെയ്യേണ്ടത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇന്റർസെക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്? കോമൺ എലമെന്റ് എന്ത് ചെയ്യാം? ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് കോമൺ എലമെന്റ് നോക്കാം. ഇവിടെ 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്, ഇവിടെയും 9 ഉണ്ട്. വേറെ ഏതെങ്കിലും എലമെന്റ് കോമൺ ആയിട്ടുണ്ടോ? വേറെ എലമെന്റുകളൊന്നും അവിടെ എന്തില്ല? കോമൺ ആയിട്ടില്ല. അപ്പൊ നമുക്ക് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? സെറ്റ് 1, 9. ഇക്വേഷൻ നമ്പർ 2. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷൻ നോക്കൂ നിങ്ങൾ. സെറ്റ് 1, 9 ആണ് ഒന്നാമത്തതിന്റെ ആൻസർ. സെറ്റ് 1, 9 ആണ് രണ്ടാമത്തതിന്റെയും ആൻസർ. അപ്പൊ നിർബന്ധമായും ലെഫ്റ്റ് സൈഡുകൾ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതായത് ഫ്രം ഇക്വേഷൻ നമ്പർ 1 and 2 we get to conclude A union B complement equal to A complement intersection B complement. ഇങ്ങനെയാണ് നമ്മളെ ഇങ്ങനെയുള്ള വെരിഫിക്കേഷൻസുകൾ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ യുവിലാണെങ്കിലും എയിലാണെങ്കിലും ബിയിലാണെങ്കിലും എല്ലാം നമ്പറുകൾ മാത്രമേ അതിൽ വന്നിട്ടുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യനിൽ അവിടെ നമ്പറുകളല്ല ഉണ്ടായിരിക്കുക. അവിടെ പകരം വേരിയബിൾസ് എന്ന് പറയുന്ന ആശയമാണ് ഉണ്ടാവുക. അങ്ങനെ വന്നാലും നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? എ യൂണിയൻ ബി കാണുക, എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് കാണുക, ഒന്നാമത്തെ ഇക്വേഷൻ ആക്കുക. എ കോംപ്ലിമെന്റ് കാണുക, ബി കോംപ്ലിമെന്റ് കാണുക, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക, രണ്ടാമത്തെ ഇക്വേഷൻ ആക്കുക. 1ഉം 2ഉം ഇക്വേഷൻ എപ്പോഴും ഒരേ ആൻസർ ആണ് കിട്ടുക. അവിടെ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം? കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. നെക്സ്റ്റ് ചോദ്യം, consider the set U equal to set A, B, C, D, E, F, G, comma A equal to set B, C, D, E and B equal to set A, C, G. Find A complement, comma B complement and verify that A union B
ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത അതേ റിസൾട്ട് തന്നെയാണ് ഇവിടെയും വെരിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും കാണാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നോക്കിയാൽ അതിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും കാണുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ കിടക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് മുൻപിലേക്ക് മൂവ് ചെയ്യാം. എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ആദ്യം കണ്ടുപിടിക്കുക. എന്ത് ചെയ്താൽ മതി? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എന്ത് ചെയ്താൽ മതി? എ മൈനസ് ചെയ്താൽ മതി. ഇവിടെ യൂണിവേഴ്സൽ സെറ്റിലേക്ക് ഒന്ന് നോക്കുക നിങ്ങൾ. എ ബി സി ഡി ഇ എഫ് ജി, എ തൊട്ട് ജി വരെ ഉണ്ട്. എ മൈനസ് ചെയ്യുക, ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റ് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് മൈനസ് ചെയ്യുക പറഞ്ഞാൽ ഏതൊക്കെ എലമെന്റുകൾ മാറ്റണം? ബിയും സിയും ഡിയും ഇയും മാറ്റണം. ഏതൊക്കെ? ബിയും സിയും ഡിയും ഇയും നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി നിൽക്കുന്നത് ഏതൊക്കെയാണ്? ബിയും സിയും ഡിയും ഇയും മാറ്റിയാൽ ബാക്കി എ ഉണ്ടാവും, എഫ് ഉണ്ടാവും, ജി ഉണ്ടാവും. എ എഫ് ജി. നെക്സ്റ്റ് ബി കോംപ്ലിമെന്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു യു മൈനസ് ബി. യു മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ഏതൊക്കെ എലമെന്റുകള്? എയും സിയും ജിയും മാറ്റണം. എയും സിയും ജിയും മാറ്റണം. അപ്പൊ നമ്മൾ എ എന്ന് പറയുന്നത് മാറ്റണം, സി എന്ന് പറയുന്നത് മാറ്റണം, ജി എന്ന് പറയുന്നത് മാറ്റണം. ബാക്കി വരുന്ന കാര്യങ്ങൾ ഏതൊക്കെ വരാം? ബി ഡി ഇ എഫ്. ഇപ്പൊ നമ്മൾക്ക് എ കോംപ്ലിമെന്റ് കാണാനുള്ള ആൻസറായി, ബി കോംപ്ലിമെന്റ് കാണാനുള്ള ആൻസറായി. ഇനി വേണ്ടത് എന്താ? ഈ റിസൾട്ട് വെരിഫൈ ചെയ്യണം. റിസൾട്ട് വെരിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എ യൂണിയൻ ബി കണ്ടുപിടിക്കുക. എ യൂണിയൻ ബി കണ്ടുപിടിക്കുമ്പോ എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ്. ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ജി ഉണ്ട്. അപ്പൊ നമ്മൾ അതൊരു ഓർഡർ എഴുതുമ്പോൾ എങ്ങനെ വരിക? എ ഉണ്ട്, ബി സി ഡി ഇ ജി. ഇത്രയും എലമെന്റുകളാണ് എവിടെ വരിക? യൂണിയൻ ബിയിൽ ഉണ്ടായിരിക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താ? എ യൂണിയൻ ബി കോംപ്ലിമെന്റ്. എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ ചെയ്തത്? യു മൈനസ് എ യൂണിയൻ ബി. അപ്പൊ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ഏതൊക്കെ എലമെന്റുകൾ നമ്മൾ മാറ്റണം? എ ബി സി ഡി ഇ ജി. ഇത് രണ്ടും നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. ഇതില് എയും ബിയും സിയും ഡിയും ഇയും ജിയും മാറ്റിയാൽ പിന്നെ അവിടെ എഫ് മാത്രമാണ് ബാക്കി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താ എഴുതാൻ പറ്റുന്നത്? സെറ്റ് എഫ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ ഇക്വേഷൻ ആക്കി നിർത്താം. ഇനി കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ എന്താ ചെയ്തത്? എ കോംപ്ലിമെന്റ് കാണുക, തൊട്ട് താഴെ ബി കോംപ്ലിമെന്റ് കാണുക. ഇവിടെ നമ്മൾ ഓൾറെഡി എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണ്ട? എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും കാണാൻ വേണ്ടി നിൽക്കണ്ട. അവിടെ എന്താ ചെയ്യുന്നത്? നമ്മള് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കണ്ടെത്തിയാൽ മതി. എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും തമ്മിലുള്ള ഇന്റർസെക്ഷൻ, രണ്ട് സെറ്റിലും കോമൺ ആയ എലമെന്റ് ഏതാ ഉള്ളത് എന്ന് നോക്കുക. ഏതാ വരിക? ഇവിടെ എഫ് എന്ന് പറയുന്ന എലമെന്റ് കാണാം, ഇവിടെയും എഫ് എന്ന് പറയുന്ന എലമെന്റ് കാണാം. എയും ജിയും എന്തല്ല? കോമൺ എലമെന്റ് അല്ല. അപ്പൊ ഇതിവിടെ ആകെ ഒറ്റ എലമെന്റ് ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എന്താ വരുന്നത്? സെറ്റ് എഫ്. രണ്ടാമത്തെ ഇക്വേഷൻ. ഒന്നും രണ്ടും ഇക്വേഷൻ നോക്കൂ, രണ്ടും എന്താണ്? ഒരേ ആൻസർ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Therefore, A union B complement equal to A complement intersection B complement. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ മോഡൽ ക്വസ്റ്റ്യനും പറയാൻ കഴിഞ്ഞു. ഇനി ഇതുമല്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് സെറ്റുകളും യു എ ബി മൂന്ന് സെറ്റുകളും റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതിനു ശേഷം വെരിഫൈ ചെയ്യാനുള്ള ചോദ്യം വരാം. റോസ്റ്റർ ഫോമിലേക്ക് ആക്കാനുള്ളത് നമ്മൾ മുൻപേ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കാനും എങ്ങനെയാണ് ഈ റിസൾട്ട് വെരിഫൈ ചെയ്യുക എന്നുള്ളതുമാണ് നമ്മൾ രണ്ട് എക്സാമ്പിളിലൂടെ പറഞ്ഞത്.
മൂന്ന് സെറ്റുകളും റോസ്റ്റർ ഫോമിൽ അല്ലാതെ തന്നാൽ നമ്മൾ ആദ്യം അതിനെ എന്താക്കി മാറ്റുക? നിശ്ചിത ഫോമിലേക്ക് ആക്കുക, അല്ലെങ്കിൽ റോസ്റ്റർ ഫോമിലേക്ക് ആക്കുക. ആക്കിയതിന് ശേഷം പിന്നെ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്താണ്? ഇവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ ചോദ്യത്തിലും ഈ ചോദ്യത്തിലുമായി നമ്മൾ ചെയ്ത് കഴിഞ്ഞ സ്റ്റെപ്പുകളാണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെ 3 രീതിയിലാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് ഈ റിസൾട്ടുമായി കണക്റ്റഡായിട്ട് വരുന്നത്. ഇതിനോടുകൂടി അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു കാര്യം കൂടി ഞാനൊന്ന് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇങ്ങനെ ഒരു കാര്യം കൂടി ഡിമോർഗൻസ് ലോയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതിന് പകരം ഇതാണ് തെളിയിക്കാൻ വന്നിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ വെരിഫൈ ചെയ്യാൻ വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഇവിടെ നമ്മൾ ആദ്യം എ യൂണിയൻ ബി അല്ലേ കണ്ടുപിടിച്ചു, പിന്നെ അതിനുശേഷം അതിന്റെ കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചു. അവിടെ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കുക, തൊട്ട് താഴെ എ ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക, അതിനെ ഒന്നാമത്തെ ഇക്വേഷൻ ആക്കുക. എ കോംപ്ലിമെന്റ് കാണുക, ബി കോംപ്ലിമെന്റ് കാണുക, രണ്ടും തമ്മിൽ ഇവിടെ ഇന്റർസെക്ഷൻ ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? യൂണിയൻ ആണ് എടുക്കേണ്ടി വരിക. യൂണിയൻ എടുത്തു കഴിഞ്ഞ് കിട്ടുന്ന ആൻസറിനെ നിങ്ങൾ രണ്ടാമത്തെ ഇക്വേഷൻ ആക്കുക. 1ഉം 2ഉം ഇക്വേഷൻസുകൾ ഒരേ ആൻസർ ആണ് നിങ്ങൾക്ക് കിട്ടുക. അതോടുകൂടി അതിന്റെ വെരിഫിക്കേഷൻ നമ്മുടെ ചെയ്ത് കഴിഞ്ഞു. അഥവാ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ കണക്ട് ചെയ്യാൻ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അതുകൂടി ഇതിനോടുകൂടി അറ്റാച്ച് ചെയ്ത് പറഞ്ഞത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ചോദ്യം പറയുന്നത് let a equal to set of all x such that x belongs to n, comma 1 less than or equal to x less than or equal to 5, comma b equal to set 2 3 6 9 and c equal to set 1 4 5 8 9 10. രണ്ട് സബ് ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. ഒന്നാമത്തത് ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ verify that a intersection b union c equal to a intersection b union a intersection c. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്, അത് സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ x such that x belongs to n, 1 less than or equal to x less than or equal to 5. b എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്, c എന്ന് പറയുന്ന സെറ്റും തന്നിട്ടുണ്ട്. ഫസ്റ്റ് ചോദ്യം എന്താണ്? a എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ട്? എത്ര എലമെന്റ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ നമ്മൾ ആദ്യം a നെ എന്ത് ചെയ്യണം? റോസ്റ്റർ ഫോമിലേക്ക് അതിനെ മാറ്റണം. അപ്പൊ ഞാൻ ആദ്യം ഇതിനെ റോസ്റ്റർ ഫോമിലേക്ക് ഒന്ന് മാറ്റുകയാണ്. a equal to റോസ്റ്റർ ഫോമിലേക്ക് ആക്കുമ്പോൾ കണ്ടീഷൻ നോക്കണം. x belongs to n. n എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പർ സെറ്റിനെയാണ് ക്യാപിറ്റൽ N കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പൊ x belongs to n എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പർ ആണ്. അത് മാത്രം ഓർമ്മയിൽ ഉണ്ടായാൽ പോരാ, ഈ കണ്ടീഷൻ കൂടി നോക്കുക. 1 less than or equal to x less than or equal to 5. അതായത് 1 ആവാം 5 ആവാം, അതിന്റെ ഇടയിലുള്ള ഏത് നാച്ചുറൽ നമ്പർ ആവാം. എങ്കിൽ നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. സെറ്റ് 1 2 3 4 5. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് എന്താ വരിക? 1 2 3 4 5. ഇത്രയും എലമെന്റ് അടങ്ങിയിട്ടുള്ള സെറ്റാണ് വരിക.
ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ. എയിലെ എലമെന്റ്സിന്റെ എണ്ണമാണ് വേണ്ടത്. എയിലെ എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മുതൽ 5 വരെ. എത്ര എലമെന്റ്സ് ഉണ്ടാവും? 5 എലമെന്റ്സ് അതിലുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് പറയാം n ഓഫ് എ, അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ഈക്വൽ ടു എത്രയാണെന്ന് പറയാം? 5 ആണെന്ന് പറയാം. ഇപ്പൊ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് കഴിഞ്ഞ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ആ ക്വസ്റ്റ്യൻ ഇതേപോലെ നിങ്ങൾക്ക് നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന ആശയമാണ് ചോദിച്ചിരുന്നത്. പക്ഷെ അതിൽ അവർ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എലമെന്റ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ എലമെന്റ്സിന്റെ എണ്ണം എത്ര എഴുതുക? 0 എന്ന് പറഞ്ഞാണ് ആൻസർ എഴുതേണ്ടിയിരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? റോസ്റ്റർ ഫോമിലേക്ക് ആക്കുക. ഇതേപോലെ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് എണ്ണി നോക്കുക. ആ എണ്ണമാണ് എന്തായിട്ട് വരുന്നത്? നമ്മുടെ നമ്പർ ഓഫ് എന്ന് പറയുന്ന ആശയമായിട്ട് കയറി വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡിൽ നമുക്ക് ഒരു വെരിഫിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതും ഒരു റിസൾട്ട് തന്നെയാണ് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്ന ആശയമാണ് ചോദിച്ചിരിക്കുന്നത്. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഇതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. അപ്പൊ നമ്മൾ സാധാരണ മാത്സിൽ പറയാറില്ലേ, ബോർഡ് മാസ് നിയമം എന്നൊക്കെ പറയാറുണ്ട്. അതിലെ ബി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ബ്രാക്കറ്റ്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ബ്രാക്കറ്റിംഗ് കേസ് ആണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ബി യൂണിയൻ സി എന്ന് പറയുന്ന ആശയം ചെയ്യുകയാണ്. ഇവിടെ നോക്കാം, ബിയിലും സിയിലേക്ക് നോക്കുക. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്. അപ്പൊ അതിൽ മിസ്സിംഗ് ആയിട്ട് നിൽക്കുന്ന ഏതാണ്? 7 മാത്രമാണ് അതിൽ മിസ്സിംഗ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്. അപ്പൊ ബി യൂണിയൻ സി എന്ന് പറയുന്ന ആശയം വലുത് കഴിഞ്ഞു. തൊട്ടടുത്ത സ്റ്റെപ്പില് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ബി യൂണിയൻ സിയിലും എയിലും കോമൺ ആയുള്ള എലമെന്റ് മാത്രം ലിസ്റ്റ് ചെയ്യുക. എയിലേക്ക് നോക്കുമ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് നമ്മൾ കണ്ടെത്തിയതാണ് 1 2 3 4 5. ബി യൂണിയൻ സിയോ 1 2 3 4 5 6 8 9 10. കോമൺ ആയ ഏതൊക്കെ എലമെന്റ് ഉണ്ട് നിങ്ങൾക്ക് കാണാനേ? ഏതൊക്കെ വരുന്നത്? 1 2 3 4 5. അതായത് എയിലെ എല്ലാ എലമെന്റുകളും എന്താണ്? കോമൺ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ എഴുതാം? സെറ്റ് 1 2 3 4 5. ഇതിനെ ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുക്കുകയാണ്. ലെഫ്റ്റ് സൈഡ് ചെയ്തു, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എ ഇന്റർസെക്ഷൻ ബി ചെയ്യണം, എ ഇന്റർസെക്ഷൻ സി ചെയ്യണം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന കാര്യം ചെയ്യാണ്. എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത്. ഇവിടെ 1 2 3 4 5 ഉണ്ട്, ബിയിൽ 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്. അപ്പൊ കോമൺ ആയി ഏതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? 2 കോമൺ ആണ്, 3 കോമൺ ആണ്. അപ്പൊ 2 എലമെന്റ് ആണ് അവിടെ കോമൺ ആയിട്ട് വരുന്നത്, 2 3. അടുത്തത് എ ഇന്റർസെക്ഷൻ സി കണ്ടുപിടിക്കുക. എയിലും സിയിലും കോമൺ ആയിട്ട് വരുന്നത്. എയിൽ 1 മുതൽ 5 വരെ ഉണ്ട്, സിയിൽ 1 4 5 8 9 10. അപ്പൊ ഏതൊക്കെ എലമെന്റ് കോമൺ ആയിട്ട് വരും? 1 എന്ന് പറയുന്ന എലമെന്റ് വരും, 4 വരും, 5 വരും. അപ്പൊ നമുക്ക് ഇവിടെ എന്താ എഴുതാം? സെറ്റ് 1 4 5. ഇനി ചെയ്യേണ്ടത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള 2 സെറ്റുകളും തമ്മിൽ യൂണിയൻ എടുക്കുക. യൂണിയൻ എടുക്കുമ്പോൾ എന്താ വരിക? ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. സെറ്റ് 1 2 3 4 5. ഇക്വേഷൻ നമ്പർ 2. 1 2 ഇക്വേഷൻ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യൂ. രണ്ടും ഒരേ ആൻസർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? therefore A intersection B union C equal to A intersection B union A intersection C. അപ്പോൾ നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള കാര്യം നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു.
എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നമുക്ക് ചെയ്യാനുള്ളത് വെരിഫിക്കേഷനിൽ? ബി യൂണിയൻ സി കാണണം, അതിനുശേഷം എയുമായി ഇന്റർസെക്ഷൻ എടുക്കണം, അതിനെ ഒന്നാമത്തെ ഇക്വേഷൻ ആക്കണം. എ ഇന്റർസെക്ഷൻ ബി കാണണം, എ ഇന്റർസെക്ഷൻ സി കാണണം, രണ്ടും തമ്മിൽ യൂണിയൻ എടുക്കണം, രണ്ടാമത്തെ ഇക്വേഷൻ ആക്കണം. ഈ രണ്ട് ഇക്വേഷനും ഒരേ ആൻസർ ആണ്. അതുകൊണ്ട് നമുക്ക് എന്താണ്, ഫ്രം ഇക്വേഷൻ നമ്പർ 1 and 2 ദിസ് റിസൾട്ട് ഈസ് വെരിഫൈഡ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ചോദ്യത്തില് ഒരു വെൻ ഡയഗ്രാം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ്, എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ്. ഇത് യൂണിവേഴ്സൽ സെറ്റ്. റെക്ടാങ്കിളിനെ നമ്മൾ യു എന്ന് പറയുന്നതാണ് കൊടുക്കുക. ഇതിലെ എലമെന്റ്സുകൾ ഇവിടെ 6, 10, 9, 12, 1, 8, 13, ഇവിടെ ഇങ്ങനെ 7, 3, 4, 2, 5, 11. ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് എ കോമ ബി ആൻഡ് യു. ഈ ഫിഗറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? എ എഴുതണം, ബി എഴുതണം, യു എഴുതണം. യു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ്, എയും ബിയും അതിൻ്റെ എന്തായിട്ടാ വരിക? സബ്സെറ്റുകളായിട്ടാ വരിക. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് കണക്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. എ എന്ന് പറയുന്ന സെറ്റ് എഴുതണമെങ്കിൽ എ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഈ റൗണ്ടിനകത്ത്, ഈ പറയുന്ന ക്ലോസ്ഡ് ഫിഗറിനകത്ത് കിടക്കുന്ന നമ്പറുകളാണ് എയിൽ വരിക. അപ്പോ ഈ ഒരു ഇതിനകത്ത് കിടക്കുന്ന ഏതൊക്കെയാണ്? 3 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 10 ഉണ്ട്. അപ്പൊ നമ്മളത് ലിസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? 3, 4, 6, 10. എ എന്ന് പറയുന്ന സെറ്റ് ആയി. ബി എന്ന് പറയുന്ന സെറ്റ് ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എലമെന്റ് ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ക്ലോസ്ഡ് ഫിഗർ ആയി ഭാഗം നോക്കുക. അതിൽ കിടക്കുന്ന എലമെന്റുകൾ ഏതാ വരിക? 2 വരും, 3 വരും, 4 വരും, 5 വരും, 11 വരും. സെറ്റ് 2, 3, 4, 5, 11. ലാസ്റ്റ് വൺ യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ റെക്ടാങ്കിളിന്റെ അകത്ത് കിടക്കുന്ന എലമെന്റ് ഏതൊക്കെയാണോ അതൊക്കെ എഴുതുക. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്, 11 ഉണ്ട്, 12 ഉണ്ട്, 13 ഉണ്ട്. ശരിക്കും ഓർഡർ തന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ അതിനൊരു ഓർഡർ തന്നെ എഴുതുകയാണ്. സെറ്റ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 and 13. ഇങ്ങനെയാണ് നമുക്ക് വെൻ ഡയഗ്രാം തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും സെറ്റുകൾ എഴുതുന്നത്. ഒരു വർഷം നമ്മൾക്ക് ഇങ്ങനെ വെൻ ഡയഗ്രാം തന്നിട്ട് അവിടെ നിന്ന് എയും ബിയും യുവും എഴുതിയതിനു ശേഷം ഡിമോർഗൻസ് ലോ വെരിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. വെരിഫിക്കേഷനിൽ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമ്മൾ 1-2 എക്സാമ്പിൾസുകൾ നമ്മൾ അതിന്റെ പറഞ്ഞു കഴിഞ്ഞു. അതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളൂ, ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ളത് എന്താണ്? എയും ബിയും യുവും എഴുതുന്നവർത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ന് പറഞ്ഞത് എയും ബിയും യുവും എങ്ങനെ എഴുതാം എന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. Question. Draw Venn diagrams. Draw Venn diagrams which represents ഒന്നാമത്തത് A യൂണിയൻ B കോംപ്ലിമെന്റ്. രണ്ടാമത്തെ ചോദ്യം A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ്.
ഇവിടെ എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ഡ്രോ വെൻ ഡയഗ്രാംസ്. വെൻ ഡയഗ്രാംസുകൾ വരയ്ക്കണം. താഴെ നമ്മുടെ ഏതൊക്കെ കാര്യത്തിന്റെ വെൻ ഡയഗ്രാംസ് വരയ്ക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ആദ്യത്തെ കേസിലേക്ക് പോവാണ്. എന്താണ്? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ്. ഇതിന്റെ വെൻ ഡയഗ്രാം വരയ്ക്കേണ്ടത്. വെൻ ഡയഗ്രാം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്ന ആശയം എങ്ങനെയാണ് വരയ്ക്കുക? യൂണിവേഴ്സൽ സെറ്റ് റെക്ടാംഗിൾ ആക്കിയിട്ടാണ് വരയ്ക്കുക. യൂണിവേഴ്സൽ സെറ്റ് ഇതാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്ന ആശയം. ഇതിലെ എ സബ്സെറ്റ് ഓഫ് ബി എന്നോ ബി സബ്സെറ്റ് ഓഫ് എ എന്നോ പറഞ്ഞ കണ്ടീഷൻസുകളോ ഒന്നുമില്ല. ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടും? എയും ബിയും വരയ്ക്കാൻ വേണ്ടി പാടുകയുള്ളൂ. അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ എ എന്ന് പറയുന്ന സെറ്റ് ഒരു ക്ലോസ്ഡ് ഫിഗർ എടുക്കുക, ബി എന്ന് പറയുന്ന സെറ്റ് ഒരു ക്ലോസ്ഡ് ഫിഗർ ഇന്റർസെക്ഷൻ ഉള്ള രീതിയിൽ തന്നെ എടുക്കുക. അപ്പൊ ഇവിടെ എ വരും, ഇവിടെ എന്ത് വരും? ബി വരും. നമുക്ക് വേണ്ടത് എന്താ? എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ്. ഫൈനൽ ആയിട്ട് നമ്മൾ എഴുതുക ഏതാണ്? എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ് എഴുതുക. എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എന്തിനെ മൈനസ് ചെയ്യുക? എ യൂണിയൻ ബിനെ മൈനസ് ചെയ്യുക. അപ്പൊ എന്താണ് എ യൂണിയൻ ബി? ഈ റൗണ്ടും അതേപോലെ ഈ റൗണ്ടും, അതായത് എയും ബിയും മൊത്തം ഷെയ്ഡിങ് വരും. ഇതും മൊത്തം ഷെയ്ഡിങ് വരും, ഇതും മൊത്തം ഷെയ്ഡിങ് വരും. അതിനെ എവിടെ നിന്ന് മാറ്റണം? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് മാറ്റണം. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് മാറ്റിയാൽ ബാക്കി നിൽക്കുന്നത് ഏത് ഭാഗമാണ്? ഈ ഭാഗമാണ് എന്തായിട്ട് വരിക? നമ്മുടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോ എ എന്ന് പറയുന്ന സെറ്റിനെയും ബി എന്ന് പറയുന്ന സെറ്റിനെയും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. എ യൂണിയൻ ബി എന്ന് പറയുന്ന ആശയത്തിലാണ് എന്ത് വരിക? ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും ചേർന്ന് വന്നു കഴിഞ്ഞാൽ എന്താ വരിക? എ യൂണിയൻ ബി എന്ന് പറയുന്ന ആശയം വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എ യൂണിയൻ ബി എന്ന് പറയുന്ന കാര്യത്തിനെ നമ്മൾ അവിടെ നിന്ന് എന്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഷെയ്ഡിൽ കാണിച്ചിട്ടുള്ള ഭാഗത്തെയാണ് എന്ന് പറയുക എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ആശയമായിട്ട് വരുന്നത്. അപ്പൊ നമ്മളത് ഏത് റീജിയൻ ആണോ ആ റീജിയൻ എന്ത് ചെയ്താൽ മതി? ഷെയ്ഡ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? കാണിച്ചാൽ മതി. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അവിടെ എന്താണ്? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഒരു യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്ന ആശയം വരയ്ക്കാം. യൂണിവേഴ്സൽ സെറ്റ് യു എന്ന് പറയുന്ന മാതിരി എ ബി, എ ബി. ഇവിടെ നോക്കേണ്ടത് എന്താണ്? എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റിന്റെയും യൂണിയൻ വേണം. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൗണ്ടിന്റെ പുറത്തുകൂടെ വരുന്ന എല്ലാ ഭാഗവും എന്താണ് വരിക? ഷെയ്ഡ് ചെയ്ത് വരും. അപ്പൊ നമ്മൾ ഇതിന്റെ പുറത്തുകൂടെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഷെയ്ഡ് ചെയ്യും. അതേമാതിരി ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബി എന്ന് പറയുന്നത് ഇതാണ്, ഇതിന്റെ പുറത്തുകൂടെ വരുന്ന എല്ലാം നമ്മൾ ഷെയ്ഡ് ചെയ്യും. ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും? ഷെയ്ഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറ്റൊരു ഐഡിയ കൂടി ഇല്ലേ? ഡിമോർഗൻസ് എന്ന് പറയുന്ന കുട്ടികളാണെങ്കിൽ കാര്യം എളുപ്പമാണ്. അത് ശരിക്കും എന്തിനു തുല്യാണ്? എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിന് തുല്യാണ്. അതായത് ഇതിന്റെ അർത്ഥം എന്താ? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് അല്ലാതെ ബാക്കി വരുന്ന ഭാഗമാണ് വരിക. ക്ലിയർ ആയോ? എ ഇന്റർസെക്ഷൻ ബി അല്ലാതെ ബാക്കി വരുന്ന ഭാഗം. അപ്പൊ നമ്മൾ ഷെയ്ഡിൽ എന്ത് ചെയ്താൽ മതി? എ ഇന്റർസെക്ഷൻ ബി ഒഴിവാക്കിയാൽ മതി. ഇന്റർസെക്ഷൻ ബി ഏതാ സെറ്റ് റീജിയൻ? അതാണ് ഇന്റർസെക്ഷൻ ബിയുടെ റീജിയൻ. അല്ലാതെ വരുന്ന ഭാഗങ്ങളൊക്കെയാണ് ഇത് വരിക നമ്മുടെ ഈ ഒരു കേസിൽ വരുന്നത്. അപ്പൊ ഞാനിവിടെ ഒഴിവാക്കുന്ന ഏതാണ്? ഇന്റർസെക്ഷൻ ഭാഗം മാത്രമാണ് ഈ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒഴിവാക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്റർസെക്ഷൻ ഭാഗം മാത്രമേ അവിടെ വരുന്നു. ബാക്കിയുള്ള ഭാഗമൊക്കെ നമ്മുടെ റീജിയനിൽ കഴിയും. അപ്പൊ ഇത് ശരിക്കും എന്താണ്? കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ആശയം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യം ചെയ്യേണ്ടത്. ഇങ്ങനെ ചിലപ്പോൾ വെൻ ഡയഗ്രം വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ എക്സാമിന് കാണാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ചോദ്യം പറയുന്നത് if A is a subset
intersection B equal to dash. അതൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ ചോദ്യം represent the above set. Represent the above set A intersection B by Venn diagram. By Venn diagram. രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ എന്താണ്? A is a subset of B. A എന്ന് പറയുന്നത് subset of B ആണ്. അങ്ങനെയാണെങ്കിൽ A intersection B equal to dash. A intersection B എന്തായിരിക്കും എന്നാണ്. നിങ്ങളോട് ശ്രദ്ധിക്കുക, A subset of B ആണെങ്കിൽ എയിലുള്ള എല്ലാ എലമെന്റും എവിടെ ഉണ്ടായിരിക്കും? ബിയിൽ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ പറഞ്ഞ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എയിലുള്ള എല്ലാ എലമെന്റും എവിടെ ഉണ്ടായിരിക്കുന്ന ഞാൻ പറഞ്ഞ് ബിയിലുണ്ടായിരിക്കുന്ന പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എയിലുള്ള എല്ലാ എലമെന്റും എന്താണ്? കോമൺ എലമെന്റ് ആണ്. അപ്പൊ ഇന്റർസെക്ഷനിൽ എന്താ വരിക? എ എന്ന് പറയുന്ന സെറ്റ് മുഴുവനായിട്ട് അതിനകത്തുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ആയിരിക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ആലോചിക്കുക. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറയുന്ന കാര്യം എന്താ വരിക? എ യൂണിയൻ ബി എന്ന് പറയുന്ന കാര്യം എന്താണ് വരുന്നത്? എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വരുന്ന കാര്യം എന്തായിരിക്കും? ബി എന്ന് പറയുന്ന സെറ്റാ വരിക. കാരണം ഒരു സെറ്റിനകത്താണ് എന്ത് വരിക? മറ്റേ സെറ്റ് എന്ന് പറയുന്ന ആശയം കയറി വരുന്നത്. അതുകൊണ്ട് എ യൂണിയൻ ബി എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ആൻസർ വരിക? ബി ആണ് ആൻസർ വരേണ്ടത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ളത്, ബി പാർക്ക് നമുക്ക് ചെയ്യാനുള്ളത് റെപ്രസെന്റ് ദ എബോവ് സെറ്റ് എ ഇന്റർസെക്ഷൻ ബി ബൈ വെൻ ഡയഗ്രാം. ഈ വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ വരച്ചു. അടുത്തത് നമ്മൾ ശരിക്കും രണ്ട് സെറ്റുകൾ ഇങ്ങനെ വരയ്ക്കാറ്, ഇന്റർസെക്ഷൻ വരുന്ന രീതിയിലാണ് വരയ്ക്കാറ്. ഇവിടെ ശ്രദ്ധിക്കുക, എ സബ്സെറ്റ് ഓഫ് ബി ആണ്. എ സബ്സെറ്റ് ഓഫ് ബി ആണ്. അപ്പൊ ബിന്റെ അകത്താണ് എന്ത് വരാൻ പാടും? എ വരാൻ വേണ്ടി പാടുള്ളൂ. അപ്പൊ നമ്മൾ ഒരു സെറ്റ് ഇവിടെ ഇങ്ങനെ വരച്ചു, അതിനെ ചുറ്റിയിട്ടാണ് സെറ്റ് വരയ്ക്കുക. ഇത് ബി എന്ന് പറയുന്ന സെറ്റും ഇത് എ എന്ന് പറയുന്ന സെറ്റുമാണ്. നമുക്ക് എന്താ അടയാളപ്പെടുത്താനുള്ളത്? എ ഇന്റർസെക്ഷൻ ബി ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? അടയാളപ്പെടുത്താനുള്ളത്. എ ഇന്റർസെക്ഷൻ ബി അടയാളപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എഴുതി വെച്ചു എ ഇന്റർസെക്ഷൻ ബി എ ആണെന്ന് പറഞ്ഞ് എഴുതി വെച്ചു. എ ഇന്റർസെക്ഷൻ ബി എ ആണെന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? എ എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ എ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? ആ ഡാർക്ക് ഈ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്ത ആ റീജിയൻ ആണ് നമ്മുടെ എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് കയറി വരിക. ഓക്കെ, ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ടോ. എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എ ആയിരിക്കും. എ യൂണിയൻ ബി എന്ന് പറയുന്നത് ബി ആയിരിക്കും. നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. If A and B are two sets, if A and B are two sets such that A subset of B, ഒന്നാമത്തെ ചോദ്യം നമ്മുടെ 15th ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 15th one, A union B is dash. Second question, draw the Venn diagram of B minus A. ഇത്രയാണ് നമുക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ എ സബ്സെറ്റ് ഓഫ് ബി തന്നെയാണ്. തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു എ യൂണിയൻ ബി എന്താണെന്ന് പറഞ്ഞു. ബി തന്നെയാണ് വരിക. എയിലുള്ള എല്ലാ എലമെന്റും ബിയിൽ ഉണ്ടാവും. അപ്പൊ യൂണിയൻ എടുക്കുന്ന സമയത്ത് വലിയ സെറ്റ് ഏതപ്പോൾ എടുക്കാനുള്ളത്? ബി ആണ് വലിയ സെറ്റ് വരിക. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ആണ്. ഇത് നമ്മൾ കഴിഞ്ഞതിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോയിരിക്കണം കേട്ടോ. അത് ഇനി രണ്ടാമത്തെ കാര്യം നോക്കുക, നിങ്ങൾ ഡ്രോ ദ വെൻ ഡയഗ്രാം ഓഫ് ബി മൈനസ് എ. ബി മൈനസ് എയുടെ എന്ത് വേണം? വെൻ ഡയഗ്രാം വേണം. ബി മൈനസ് എ എന്ന് പറയുന്നതിന്റെ വെൻ ഡയഗ്രാം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്ന ആശയം എടുക്കുക. ഇത് എ സബ്സെറ്റ് ഓഫ് ബി ആണ്. കണ്ടീഷൻ വരണം. കണ്ടീഷൻ വരുന്ന ഇതിൽ വരയ്ക്കാൻ പാടും. അപ്പൊ നമ്മൾ ഒരു സെറ്റ് വരച്ചു, അതിനെ ചുറ്റിയിട്ട് മറ്റൊരു സെറ്റ് വരച്ചു.
ഇത് ബി എന്ന് പറയുന്ന സെറ്റാണ്. ബി എന്ന് പറയുന്ന സെറ്റ് കാരണം ബിനകത്താണ് എന്ത് വരിക, എ വരിക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചത്. ഓക്കെ, ഇനി നമുക്ക് എന്താ അടയാളപ്പെടുത്താനുള്ളത്? ബി മൈനസ് എ. ബിയിൽ നിന്നും എനെ ഒഴിവാക്കണം. ഇതാണ് ബി, മൊത്തത്തിൽ വരുന്നതാണ് ബി. അതിൽ നിന്ന് എനെ ഒഴിവാക്കണം. എനെ ഒഴിവാക്കിയാൽ ഏതാ വരിക? ഈ ഒരു പോർഷനാണ് എന്തായിട്ട് വരിക? ബി മൈനസ് എ എന്ന് പറയുന്ന ആശയം വരുന്നത്. അപ്പോ ഈ ഒരു റീജിയൻ, ഷെയ്ഡ് ചെയ്ത റീജിയൻ ആണ് എന്ത് വരിക? ബി മൈനസ് എ എന്ന് പറയുന്ന ആശയമായിട്ട് വരുന്നത്. ഈ ഒരു റീജിയനെയാണ് നമ്മൾ എന്താ പറയുക? ബി മൈനസ് എ എന്ന് പറയുന്ന ആശയമായിട്ട് പറഞ്ഞു വരുന്നത്. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാം. Let a equal to 16th one. Let a equal to set of all x such that x belongs to R comma x square minus 5x plus 6 equal to 0. B equal to set of all x such that x belongs to R comma x square equal to 9. ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് A and B in roster form. എയിനെയും ബിയിനെയും റോസ്റ്റർ ഫോമിലേക്ക് ആക്കുക. രണ്ടാമത്തത്, ഫൈൻഡ് A യൂണിയൻ B and A intersection B. Third one, find A minus B comma B minus A and verify that A minus B union B minus A equal to A union B minus A intersection B. A union B minus A intersection B. ഒരു വെരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. യൂണിയൻ കാണണം, ഇന്റർസെക്ഷൻ കാണണം, ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു വെരിഫിക്കേഷൻ കൂടി വരുന്നുണ്ട്, അതുകൂടി നമ്മൾ എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നു മാത്രം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമുക്ക് എന്താ വേണ്ടത്? എയിനെയും ബിയിനെയും എവിടേക്ക് എത്തിക്കണം? റോസ്റ്റർ ഫോമിലേക്ക് ആക്കണം. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ സോൾവ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. ഏതാ ഫോർമുല വരിക? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a. ആ ഫോർമുല ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാം. ഈ രണ്ട് സെറ്റിൻ്റെയും റോസ്റ്റർ ഫോമിലേക്ക് എങ്ങനെയാക്കാം എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊന്ന് കണക്ട് ചെയ്യാണ്. എ എന്ന് പറയുന്ന സെറ്റിൽ ഇതിനെ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 2ഉം 3ഉം ആണ് കിട്ടുക. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് അതിനെ എഴുതാം. അപ്പോൾ എക്സിന്റെ വാല്യൂ 2ഉം വരും 3ഉം വരും. അപ്പോൾ എ എന്ന് പറയുന്നത് സെറ്റ് 2, 3. ബി എന്ന് പറയുന്ന സെറ്റ് എക്സ് സ്ക്വയർ 9 ആയിരിക്കണം. എക്സ് സ്ക്വയർ 9 ആണെങ്കിൽ 3 കൊടുത്താൽ 3 സ്ക്വയർ 9 ആണ്. -3 കൊടുത്താലും എന്താണ്? -3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ് വരിക. അപ്പൊ ഏതൊക്കെ നമ്പറുകളാണ് അവിടെ വരിക? -3ഉം വരും 3ഉം വരും. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തേലേക്ക് പോവുകയാണ്. എ യൂണിയൻ ബി കാണാം, എ ഇന്റർസെക്ഷൻ ബി കാണാം. എ യൂണിയൻ ബി ഈക്വൽ ടു ഒരു ഓർഡറിൽ എഴുതിയാൽ -3 വരും, 2 വരും, 3 വരും. -3 വരും, 2 വരും, 3 വരും. ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞാണ്. എ ഇന്റർസെക്ഷൻ ബി വരെ ഇന്റർസെക്ഷൻ ബി ഇവിടെ 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. സെറ്റ് 3. സെക്കൻഡ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. തേർഡ് കേസിലേക്ക് പോകുമ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ആയി വരുന്നത് 3 അല്ലേ? 3 ഞാൻ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? എയിൽ റൗണ്ട് ചെയ്യാത്ത എലമെന്റ് ലിസ്റ്റ് ചെയ്യുക. അപ്പൊ ഏതാ വരിക? സെറ്റ് 2. ബി മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബിയിൽ റൗണ്ട് ചെയ്യാത്ത എലമെന്റ് മാത്രം എഴുതുക. ബിയിൽ റൗണ്ട് ചെയ്തത് 3 ആണ്, അപ്പൊ റൗണ്ട് ചെയ്യാത്തത് എന്ത് വരും? -3 വരും. ഓക്കെ, ഇനി നമുക്ക് വെരിഫിക്കേഷനിലേക്ക് പോവാം. നമുക്ക് എന്താ വേണ്ടത്? a മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. ഇതാണ് ലെഫ്റ്റ് സൈഡ്. ഇത് രണ്ടിന്റെയും ആൻസർ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. a മൈനസ് ബി എന്ന് പറഞ്ഞാൽ സെറ്റ് 2 ആണ്, ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ സെറ്റ് -3 ആണ്. രണ്ടും നമ്മൾ യൂണിയൻ എടുത്താൽ എന്താ നമുക്ക് ആൻസർ കിട്ടുക? സെറ്റ് 2 -3. ഇനി റൈറ്റ് സൈഡോ a യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയിട്ടുണ്ട്? സെറ്റ് -3 to 3. -3 to 3. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാലോ സെറ്റ് 3. രണ്ടും നമ്മൾ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ആയ എലമെന്റ് എന്ത് ചെയ്യണം? നമ്മൾ മൈനസ് ചെയ്യണം. എവിടെ നിന്നാണ് മൈനസ് ചെയ്യുക? ഇതിലെന്തെങ്കിലും കോമൺ ആയ എലമെന്റ് നോക്കും നിങ്ങൾ. യൂണിയനിലും ഇന്റർസെക്ഷനിലും കോമൺ ആയ എലമെന്റ് ഏതാ? 3. എ യൂണിയൻ ബിയിൽ നിന്നാണ് മൈനസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ പറയുന്ന 3നെ ഒഴിവാക്കി ബാക്കിയുള്ളത് മാത്രം എഴുതുക. ബാക്കിയുള്ളത് മാത്രം എഴുതിയാൽ എന്താ വരിക? സെറ്റ് -3 2. രണ്ട് സെറ്റും ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കും നിങ്ങൾ. അവിടെ ഇട്ടുണ്ട്, താഴെ ഇട്ടുണ്ട്. -3 ഉണ്ട്, -3 ഉണ്ട്. രണ്ട് സെറ്റും അപ്പൊ എന്താണ്? ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ a മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ എന്താണ്? എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ആശയമാണ്. അപ്പൊ നമുക്ക് പറയാം therefore a മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ഈക്വൽ ടു എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ ആ റിസൾട്ട് നമ്മൾ വെരിഫൈ ചെയ്യൽ കഴിയും. ഇനി ചെറിയൊരു കാര്യം കൂടി പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാണ്. അത് 1 വേർഡ് ക്വസ്റ്റ്യൻസുകൾ വരികയാണെങ്കിൽ കണക്ട് ചെയ്യാനുള്ള ചെറിയൊരു ഐഡിയ. ഒരു സെറ്റിൽ n എലമെന്റ് ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഒരു സെറ്റിൽ n എലമെന്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ പവർ സെറ്റിലുള്ള എലമെന്റ്സിന്റെ എണ്ണം if n of a equal to n. n of a എന്ന് പറയുന്നത് n ആണ് വരുന്നതെങ്കിൽ പവർ സെറ്റ് എന്ന് പറയുന്നതിലെ എലമെന്റ്സിന്റെ എണ്ണം, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് എന്ന് പറയുന്നത് 2n ആയിരിക്കും. പവർ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം എന്തായിരിക്കും? 2n ആയിരിക്കും. നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ്, സബ്സെറ്റുകൾ മൊത്തമല്ല പറഞ്ഞത്, പ്രോപ്പർ സബ്സെറ്റുകൾ. മൊത്തം സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? പവർ സെറ്റ് ആണല്ലോ ഈ സബ്സെറ്റുകളുടെ കളക്ഷൻ വരുന്നത്. അപ്പൊ സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടോട്ടൽ സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2n ആണ്. പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എണ്ണം 2n - 1. നോൺ എംപ്റ്റി സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താ വരുന്നത്? 2n - 1. ഇതുകൂടി ഒന്ന് ഇതിനോടൊപ്പം ഒന്ന് ഓർമ്മയിൽ വെക്കുക നിങ്ങൾ. നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രാക്ടിക്കൽ പ്രോബ്ലം കൂടിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസുകൾ മാത്രം പഠിച്ചാൽ പോരാ, ഇതേ മോഡലിൽ വരുന്ന ക്വസ്റ്റ്യൻസുകൾ കൂടി നിങ്ങൾ അറ്റാച്ച് ചെയ്ത് പഠിച്ചാൽ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഭൂരിഭാഗം മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും.